ഹായ് മക്കളെ, ഒരു ഡോക്ടർ ആവണം എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ 2025 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷേ എന്നാൽ 2025 നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു നീറ്റ് എക്സാം ആയിരുന്നു 2025 നടന്നത്. അതിൻ്റെ ഭാഗമായി പലർക്കും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യണം? അതായത് 2026 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ ഇതിവിടെ അവസാനിപ്പിക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. 2026 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കണം പ്രിപ്പറേഷൻ എന്ന് ആലോചിച്ചിരിക്കുന്ന, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. 2025 കഴിഞ്ഞ 10 വർഷത്തെ നീറ്റ് എക്സാമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയ നീറ്റ് എക്സാമിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ ഒരു പക്ഷേ കാലിടറി വീണ ആളുകൾ ഒരുപാടുണ്ട്. പ്രതീക്ഷിച്ച, ആഗ്രഹിച്ച, ലക്ഷ്യം വെച്ച സ്കോറിലേക്ക് എത്താൻ പറ്റാതെ പോയ, റാങ്കിലേക്ക് എത്താൻ പറ്റാതെ പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ഡോക്ടറായേ തീരൂ എന്ന വാശിയിലാണ് നിങ്ങളെങ്കിൽ, ഒരു ഡോക്ടർ അല്ലാതെ മറ്റൊരു പ്രൊഫഷനും സങ്കല്പിക്കാൻ പോലും നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2026 നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് 2026 നീറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 2025 നിങ്ങളുടെ നീറ്റ് ജേണി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. എവിടെയാണ് നമുക്ക് പാളിപ്പോയിട്ടുണ്ടാവുക? എവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ വന്നിട്ടുണ്ടാവുക? ചില സാഹചര്യങ്ങൾ ഞാനൊന്ന് പറയാം, ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ചിലപ്പോൾ പ്രിപ്പറേഷനിൽ നമ്മൾ ഉഴപ്പിപ്പോയിട്ടുണ്ടാവാം, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് വന്ന് ഒടുവിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തത് കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടഫായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. വളരെ ഈസി ടു മീഡിയം ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ചിലപ്പോൾ പലരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അതിന് മുമ്പുള്ള നീറ്റ് എക്സാമിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മതിയായിരുന്നല്ലോ, സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ പരീക്ഷകൾ എഴുതിയത് കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലേ? സ്ട്രെസ് മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എക്സാം ഹാളിൽ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് 2025 നീറ്റ് മറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷേ 2026 നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നും ഒരു ഡോക്ടറായി അടങ്ങുമെന്നും വളരെ പാഷനേറ്റ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2026 നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനുള്ള സമയമായി. പക്ഷെ അത് ആരംഭിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ അനാലിസിസിൽ നിന്ന് എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വ്യക്തമായ പ്ലാൻ നിങ്ങൾക്ക് വേണം. അതിനുവേണ്ടിയാണ് സൈലം ഫീനിക്സ് ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. ഓൺലൈനായി 2026 നീറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആക്ച്വലി ഒരു ബേസ് ഉള്ള ആളുകളായിരിക്കും. ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും ആൾറെഡി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ആളുകളാണ് നിങ്ങൾ. അത്യാവശ്യം ഒരു ബേസ് നിങ്ങൾക്കുണ്ട്. ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഫീനിക്സ് ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വർഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആൾറെഡി നിങ്ങൾക്ക് ഒരു തിയറിയുടെ ബേസ് ഉണ്ട്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒരു തിയറി ബേസ് നിങ്ങൾക്കുണ്ട്. ആ ബേസിന് മുകളിൽ അഡ്വാൻസ് ലെവൽ കണ്ടന്റ് ഡെലിവറി ആയിരിക്കും ഫീനിക്സ് ബാച്ചിൽ ഉണ്ടാവുക. അതിനൊപ്പം മാക്സിമം ചോദ്യങ്ങൾ ഓരോ ക്ലാസ്സിലും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം പോരാ, എക്സാമുകൾ വേണം. സോ അടുത്തൊരു വർഷം നിങ്ങൾ നേരിടാൻ പോകുന്ന എക്സാമുകളുടെ എണ്ണം ഒരു വർഷം നിങ്ങൾക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും എക്സാമുകളാണ് ഫീനിക്സ് ബാച്ചിൽ നിങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ FETs ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, GIBകളുണ്ട്, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന പരീക്ഷകളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകുക, ഓൺലൈൻ ബാച്ച് അല്ലേ, ഓൺലൈനായി തന്നെ പരീക്ഷകൾ എഴുതുന്നുണ്ടാവുമോ? നമ്മൾ എഴുതുന്ന പരീക്ഷകളിൽ ഓൺലൈൻ എക്സാമുകൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഓഫ്ലൈൻ എക്സാമുകൾ ഉണ്ടാകും. കാരണം നീറ്റ് എന്ന് പറയുന്ന ഒരു ഓഫ്ലൈൻ പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ഓഫ്ലൈൻ പരീക്ഷകളെ സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും ഓഫ്ലൈൻ പരീക്ഷകൾ കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും, ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് മാക്സിമം എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം, കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു കൺസെപ്റ്റിൽ നിന്ന് അത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി ഇൻഫിനിറ്റ് പ്രാക്ടീസസ് ഉണ്ട് സൈലം ആപ്പിൽ. ആ ഇൻഫിനിറ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഫീച്ചറിലൂടെ കസ്റ്റമൈസബിൾ ആണത്. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നും, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനും അത് ചെയ്യാനുമുള്ള അവസരമാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസസ് നിങ്ങൾക്ക് ഒരുക്കുന്നത്. ഒരു റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്
അപ്പോൾ തോന്നുന്ന ഡൗട്ടുകൾ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റണം അല്ലേ? ഒരു ഓൺലൈൻ ഫീനിക്സ് ബാച്ചിൻ്റെ ഭാഗമായി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ലൈവ് ക്ലാസ്സുകളിൽ ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റായി ചോദിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതല്ല, ക്ലാസ് കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ ഡൗട്ടുകൾക്ക് സൈലം ലേണിംഗ് ആപ്പിൻ്റെ എക്സ്ക്ലൂസീവ് ഫീച്ചറായിട്ടുള്ള AI ഗുരു നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള PDFകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒക്കെ AI ഗുരുവിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ഫീനിക്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2025 നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ മാർക്കിൻ്റെ റേഞ്ച് അനുസരിച്ചുള്ള നിങ്ങളുടെ സ്കോളർഷിപ്പ് എത്രയായിരിക്കുമെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പാഷനേറ്റ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ, ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഡീമോട്ടിവേറ്റഡ് ആയി പോയാലും തിരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് നിങ്ങൾക്കുള്ളിലൊരു വാശിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ ഫീനിക്സ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ച് 2026 നീറ്റ് എക്സാമിനെ നേരിടാം. ഓൾ ദി ബെസ്റ്റ്.